രണ്ടാം വിള കൊയ്ത്താവാറായിട്ടും ഒന്നാം വിള നെല്ല് സംഭരിച്ചതിന്റെ തുക ലഭിക്കാതായതോടെ പാലക്കാട് കർഷകർ സപ്ലൈകോ ഓഫീസറെ ഉപരോധിച്ചു. ചിറ്റൂർ, കൊല്ലംകോട് മേഖലകളിൽ നിന്നുള്ള കർഷകരാണ് ഉപരോധം നടത്തിയത്. എത്രയും വേഗം തുക നൽകിയില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് കർഷകർ പറഞ്ഞു. പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള സിവിൽ സപ്ലൈ ഓഫീസിലെത്തിയാണ് കർഷകർ ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചത്. ചിറ്റൂർ, കൊല്ലംകോട് മേഖലയിൽ നിന്നുള്ള കർഷകരാണ് സർക്കാരിന് നെല്ല് നൽകി 5 മാസത്തിലേറെ പിന്നിട്ടിട്ടും തുക ലഭിക്കാതായതോടെ പ്രതിഷേധം നടത്തിയത്. മില്ലുകാരന്റെ കയ്യിൽ 76 കോടി ഉൾപ്പെടെ നെല്ല് അവിടെ സ്റ്റോക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ 76 കോടി ഉൾപ്പെടെ ആ മില്ലുകാർക്കെതിരെ നിങ്ങൾ നടപടി എടുത്തിട്ടില്ല. ഈ കിട്ടാനുള്ള പൈസ ഒന്നും സ്വരൂപിക്കാതെ നിങ്ങൾ ഞങ്ങൾ ചോദിച്ച പൈസ എന്ന് തരുമെന്ന് പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അതാണ് ഞങ്ങളുടെ വിഷയം. നിലവിൽ രണ്ടാം വിള കൃഷി കൊയ്ത്താവാറായി. എന്നിട്ടും ഇനിയും ഒന്നാം വിളയുടെ തുക നൽകാത്തത് വലിയ കർഷകദ്രോഹ നടപടിയാണെന്നും കർഷകർ പറഞ്ഞു. ഈ രണ്ടാമത്തെ വിള എപ്പോൾ സംഭരിക്കും എന്നുള്ളതിന് ഉപരി ഒന്നാം വിളയുടെ പൈസ ഈ 4 മാസമായിട്ട് ഇനിയും 10 കോടി കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്, കൊടുക്കാനുണ്ടെന്നാണ് ബന്ധപ്പെട്ട സപ്ലൈകോയുടെ അധികാരികളിൽ നിന്ന് മനസ്സിലായത്. അടിയന്തരമായിട്ട് 23-ാം തീയതിക്കുള്ളിൽ ഈ പൈസ കൊടുത്ത് തീർത്തില്ല എങ്കിൽ പാലക്കാട് ജില്ലയിലെ കിട്ടാനുള്ള കർഷകരും കിട്ടിയവരായാലും സപ്ലൈകോയിനുള്ളിൽ ഞങ്ങൾ എന്തായാലും ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ തുക നൽകാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ജനം, പാലക്കാട്.